ഇനി നമുക്ക് HTML പാരഗ്രാഫ് ഒന്നും കൂടെ പറയാമേ. HTML നമുക്ക് കുറച്ചൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരഗ്രാഫ് കൊടുക്കാം. പാരഗ്രാഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് P ആണ്. അതൊരു പെയ്ഡ് ടാഗാണ്. അപ്പോൾ Pയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് എൻഡ് ആയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു /P കൂടെ കൊടുത്തിരിക്കണം. അപ്പം നോക്കിക്കാൻ നമ്മൾ ദിസ് പാരഗ്രാഫ് സ്പേസ് കൊടുത്തിട്ട് എൻ്റർ കീ കൊടുത്തിട്ട് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ലൈൻസ് ഇൻ ദ സോഴ്സ് കോഡ് ബട്ട് ദ ബ്രൗസർ ഇഗ്നോർസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെക്സ്റ്റ് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം പല കുറേ സ്പേസിങ് ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബ്രൗസർ സെറ്റിങ്സ് ആ ബ്രൗസറിനകത്ത് ഇപ്പോൾ നമ്മൾ മൂസിലയോ അല്ലെങ്കിൽ എക്സ്പ്ലോററോ അല്ലെങ്കിൽ ക്രോമോ ഒക്കെ ആയിരിക്കത്തില്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രൗസറിനകത്ത് നമ്മളുടെ ലൈൻസ് ഒരു സ്ട്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ സൈസ് എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പാരഗ്രാഫ്സ് നമ്മളുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിനകത്ത് മോണിറ്റേർഡ് ആവുന്നത്, നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കുറേ പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് വൈറ്റ് സ്പേസസ് വന്നിട്ടുണ്ട്, പുതിയൊരു ലൈൻ വന്നിട്ടുണ്ട്, അപ്പോൾ പുതിയൊരു ലൈൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും അത് ഡിസ്പ്ലേ ഔട്ട് ആവുന്നുണ്ട്, ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബ്രൗസർ സെറ്റിങ്ങിനനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വിസിബിൾ ആവുന്നത്, നമ്മുടെ ബ്രൗസർ സ്ക്രീനിൽ വിസിബിൾ ആവുന്നത്. പിന്നെ അടുത്ത ഒരു പാരഗ്രാഫ് എക്സാമ്പിൾ നോക്കിക്കേ. ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് അവർ എഴുതി വെച്ചേക്കുക ഈ സെക്കൻഡ് ഇത്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ഒരു സിംഗിൾ ഇതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ബ്രൗസർ സെറ്റിങ്ങിനനുസരിച്ചിട്ടായിരിക്കും ഒരു പാരഗ്രാഫിന് ഓരോ ലൈനും എത്ര വരണം, എത്ര ക്യാരക്ടേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഒരു ലൈൻ ഫോം ചെയ്യേണ്ടതെന്നൊക്കെ അത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ആകുമ്പോഴേക്കും. അതുപോലെ തന്നെ ഒരു തേർഡ് കോണ്ടെക്സ്റ്റ് നോക്കിക്കേ. ഇവിടെ വലിയൊരു ലെങ്തി പാരഗ്രാഫിനെ നമ്മൾ 2 ലൈനിൽ നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് ലൈനിൽ ഇങ്ങനെ എഴുതി കൊടുത്തു, എന്നിട്ട് സെക്കൻഡ് ലൈനിൽ തൊട്ട് താഴത്തെ ലൈനിൽ നമ്മൾ വേറൊരു സെൻസ് കൊടുത്തെന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നമ്മുടെ വിഷ്വൽ സ്ട്രക്ചറിനെ ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ബ്രൗസർ സെറ്റിങ്സ് എങ്ങനെയാണോ അത്രയും ഒരു ഫോമിലായിരിക്കും നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റിനെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടാഗുകളാണ് HR ആൻഡ് BR ടാഗ്. അപ്പോൾ നമ്മളിതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ടാഗിനും എന്തുണ്ടായിരുന്നു, ഒരു ഓപ്പണിംഗ് ടാഗും ഉണ്ടായിരുന്നു, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാണ്ട് നമ്മളൊരു സെൽഫ് ക്ലോസിംഗ് ടാഗ് ഓർത്തിരുന്ന് വേണം. സീരീസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ് സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഓപ്പണിംഗ് സെക്ഷൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. എന്താണ് HR എന്നൊരു ടാഗ്, അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്തോളും. അത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ട. അതിനൊരു എപ്പോഴും ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കീവേഡ്സ് ആണ്. ഓക്കെ, അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ടാഗ് ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ടെങ്കിൽ ആ മീനിങ് നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് അതിനെ എൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഓപ്പണിംഗ് ടാഗ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൂൾ അവിടെ നടന്നോളും. അപ്പോൾ നമ്മൾ HR എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടൽ റൂളിനെയാണ് HR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു വിഷ്വൽ ബ്രേക്കിനെയാണ് BR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും ഈ ഹൊറിസോണ്ടൽ റൂളും വിഷ്വൽ ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ഞാൻ എഴുതുവാണ് ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനൊരു ലൈൻ വേണം. പിന്നെ ഐ ആം എ ഗേൾ എന്നെഴുതി. അപ്പോൾ സ്റ്റുഡൻറ്റിനും ഗേളിനും ഇടയിലൊരു ലൈൻ വേണം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, ഈ HR-നെ യൂസ് ചെയ്യും. ആരെ യൂസ് ചെയ്യുന്നത്, HR-നെ. അപ്പോൾ HR എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹൊറിസോണ്ടൽ ബ്രേക്കിംഗ് ആണ്, ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻ ദീസ് 2 സെൻറ്റൻസിൻ്റെ ഇടയിൽ ഒരു ലൈൻ ബ്രേക്ക് തരുന്ന ആളാണ് HR എന്ന് പറയുന്നത്. ഒരു ലൈൻ ഇങ്ങനെ വരച്ചു തരും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം എനിക്ക് ഞാൻ എഴുതുവാണ് ഐ ആം എ സ്റ്റുഡൻറ്റ് ആൻഡ് ഐ ആം ഗേൾ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുവാണ്. രണ്ട് ലൈനിൽ കാണാം. അതായത് ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുന്ന പോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് കൊടുത്താൽ മതി, BR കൊടുത്താൽ മതി. എന്ത് കൊടുത്താൽ മതി, BR. അതായത് ഒരു വിഷ്വൽ ബ്രേക്കാണ് ആര് തരുന്നത്, BR തരുന്നത്. അതേസമയം നമുക്ക് ഒരു ഹൊറിസോണ്ടൽ റൂൾ, ഒരു ലൈൻ തന്നെയായിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, HR തരുന്നത്. തിരിഞ്ഞു പോരുത്, ചോദിച്ചിട്ടുണ്ട് കമ്പയർ ബിറ്റ്വീൻ HR ആൻഡ് BR എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്, ദിസ് ഈസ് ഹെഡിങ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ദിസ് ഈസ് സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഒരു HR കൊടുത്തു. എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു ഹെഡിങ് അങ്ങനെ തന്നെ കാണും. ബിക്കോസ് H1 എന്നുള്ളത് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഇങ്ങനെയാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുവാണെങ്കിൽ ദിസ് ഈസ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് വരും. ഇവിടുത്തെ ഹെഡിങ്ങിൻ്റെ സൈസ് എന്താണ്, H1. സോ ഏറ്റവും ലാർജസ്റ്റ് സൈസിലായിരിക്കും ഈ H1, ഈ ദിസ് ഈസ് ഹെഡിങ് 1 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. എന്നിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്യും, ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യും. ദിസ് ഈസ് സം ടെക്സ്റ്റ് എന്നുള്ള പാരഗ്രാഫ് വരും. അതിനുശേഷം ആര് വന്നു, HR വന്നു. ഇതിൻ്റെ ക്ലോസിംഗ് ആണ് ഇത് P. അതിങ്ങനെ
പ്രിൻറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തോന്നും HR വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവർ രണ്ടുപേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി HR വരുന്നിടത്ത് എന്ത് കാണും, ഒരു ലൈൻ കാണും. മനസ്സിലായോ? നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. ദിസ് ഈസ് ഹെഡിങ്, ദിസ് ഈസ് സം ടെക്സ്റ്റ്. കണ്ടോ? അപ്പോൾ ഈ രണ്ടും ഇതൊരു ഹെഡിങ് ആണ്, ഇതൊരു ടെക്സ്റ്റാണ്. അപ്പോൾ ഹെഡിങ് ആയതുകൊണ്ട് നമ്മളിതിന് എന്ത് കൊടുത്തു, H1 എന്നുള്ളൊരു ടാഗിനകത്ത് നമ്മൾ ആ ടെക്സ്റ്റ് അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. എന്താ എഴുതി കൊടുത്തേ, ദിസ് ഈസ് ഹെഡിങ് 1 എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഹെഡിങ്സ് എല്ലാം എന്താണ്, പെയ്ഡ് ടാഗ്സ് ആണ്. ദിസ് ഈസ് സം ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരഗ്രാഫായിട്ട് നമുക്ക് കൊടുക്കാം. പാരഗ്രാഫിനകത്ത് എന്ത് കൊടുത്തു, ദിസ് ഈസ് സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെയ്ഡ് ടാഗാണ്, അത് കൊടുത്തു. അതിനുശേഷം ഒരു ലോങ് ലൈൻ വേണം. അപ്പോൾ ലോങ് ലൈനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ റൂൾ. വാട്ട് ഈസ് ദാറ്റ്, HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, empty ടാഗാണ്. അതിനെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് താഴെ നമ്മൾ കാണുന്നത് എന്താണ്, ദിസ് ഈസ് ഹെഡിങ് 2. ഫസ്റ്റ് ഹെഡിങ്ങിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറഞ്ഞതാണ് ഹെഡിങ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ H2ഓ H3ലോ ഒക്കെ നമുക്ക് അടുത്ത ഹെഡിങ് കൊടുക്കാം. ഞാൻ ചുമ്മാ H2ൽ കൊടുക്കുവാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ സൈസ് ചെക്ക് ചെയ്യണം. ഹെഡിങ് 1നേക്കാളും ചെറിയ ഹെഡിങ്ങാണ് ഹെഡിങ് 2. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് കൊടുത്തു, എന്ത് കൊടുത്തു, ദിസ് ഈസ് ഹെഡിങ് 2 എന്നും പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, H2 എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ Hഉം എന്താണ്, പെയ്ഡ് ടാഗാണ്. ദിസ് ഈസ് സം അതർ ടെക്സ്റ്റ്. അപ്പോൾ അതെന്താണ്, ഒരു ടെക്സ്റ്റൽ ഡോക്യുമെൻ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, പാരഗ്രാഫിൽ കൊടുത്തു. എങ്ങനെ എഴുതേണ്ടത്, ദിസ് ഈസ് സം അതർ ടെക്സ്റ്റ്, അതങ്ങനെ തന്നെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പാരഗ്രാഫ് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴേക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സൈസിൽ എന്ത് വന്നു, ദിസ് ഈസ് ഹെഡിങ് 2. സെയിം സൈസാണെന്ന് തോന്നുന്നു ഹെഡിങ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, H2ൽ തന്നെ അതിനെ കൊടുക്കാം. ചെറിയ സൈസ് അല്ലല്ലോ, സെയിം സൈസല്ലേ ഇവർ രണ്ടുപേരും. അപ്പോൾ എന്ത് കൊടുത്തു, ഇനി നോക്ക്, ഇവർ രണ്ടുപേരുടെ ഇടയിൽ എന്ത് വേണം, ഒരു ലൈൻ ബ്രേക്ക് വേണം. അപ്പോൾ നമുക്ക് ആരെ കൊടുക്കാം, HR, ഹൊറിസോണ്ടൽ റൂൾ. ഓക്കെ, കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ലൈൻ വന്നു. അതിനുശേഷം എന്താണ്, H2ൽ തന്നെയാണ് നമ്മൾ വീണ്ടും അടുത്ത ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഹെഡിങ് 2. എന്താ ഇവിടെ H2 യൂസ് ചെയ്തത്, ഈ ഹെഡിങ് 2ൻ്റെയും ഈ ഹെഡിങ് 2ൻ്റെയും സൈസ് എന്താണ്, സെയിം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഹെഡിങ് 2 എന്നുള്ള ടാഗ് വെച്ച് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ദിസ് ഈസ് സം അതർ ടെക്സ്റ്റ്. അപ്പോൾ ആ ടെക്സ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു, പാരഗ്രാഫ് കൊടുത്തു. ദിസ് ഈസ് സം അതർ ടെക്സ്റ്റ്. ഓക്കെ, അതിനുശേഷം ഡോട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതൊക്കെ മറന്നു വരുത് കേട്ടോ. നമുക്ക് തരുന്ന ഡിസൈൻ എങ്ങനെയാണോ അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് HR എന്നുള്ള ഒരു ടാഗിൻ്റെ റോൾ. ഓക്കെ, ഇനി സെയിം സംഭവം തന്നെ നമുക്ക് എന്താ, പല പല ലൈനിൽ തൊട്ട് താഴത്തെ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, BR യൂസ് ചെയ്യും. സപ്പോസ് ഈ ഒരു BR ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നോക്കിക്കേ, ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു, ദിസ് ഈസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രൗസറിൽ ദിസ് ഈസ് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് എന്താണ്, ഒരു വിഷ്വൽ ബ്രേക്കാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ന്യൂ ലൈനിലായിരിക്കും അടുത്ത ലൈൻ വരുന്നത്, എ പാരഗ്രാഫ്. ഓക്കെ, നോക്കിക്കേ, എ പാരഗ്രാഫ് എന്നാണ് നമുക്ക് ടെക്സ്റ്റ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എ പാരഗ്രാഫ് തൊട്ട് താഴെ പ്രിൻറ്റ് ചെയ്ത് വരും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് കണ്ടു, ഒരു ബ്രേക്ക് കണ്ടു. അപ്പോൾ എന്ത് സംഭവിക്കും, കഴ്സർ നേരെ താഴെ വരും. അവിടെ ഇതാണ് വിത്ത് ലൈൻ ബ്രേക്സ്. എന്ത് കാണുന്നത് നമ്മൾ, വിത്ത് ലൈൻ ബ്രേക്സ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, പാരഗ്രാഫ് എൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് അല്ലെങ്കിൽ ഓരോ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സെയിം മോഡിൽ നമുക്ക് ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ നമുക്ക് ന്യൂ ലൈൻ വേണ്ടി വരും, നമ്മൾ സ്ലാഷിന് കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ, ആ സ്ലാഷിന് പകരമായിട്ടാണ് നമ്മളിവിടെ ആരെ പഠിക്കുന്നത്, BRനെ പഠിക്കുന്നത്. സോ BR എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. BRന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, BRന് ക്ലോസിങ് ഇല്ല. ഓക്കെ, അപ്പം HR-ഉം BR-ഉം എന്താണ്, സെൽഫ് ക്ലോസിങ് ടാഗ്സ് ആണ്. HR-ഉം BR-ഉം. ഇനി നമുക്ക് ഈ ഒരു കോഡ് നമുക്ക് എഴുതണം എന്ന് പറയുക. അപ്പോൾ നമുക്കിനി കോഡ് സ്ട്രക്ചറിലേക്ക് ഒന്ന് പോയി നോക്കാം. സപ്പോസ് നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത് 3 ലൈനിലായിട്ട് ഒരു സെൻറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. ഏതായിരുന്നു സെൻറ്റൻസ്, ദിസ് ഈസ് എ പാരഗ്രാഫ് വിത്ത് ലൈൻ ബ്രേക്ക്. അത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, ഇതൊരു നമ്മുടെ വേർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ യൂസ് ചെയ്യുന്ന HTML-ൻ്റെ വേർഷൻ 4 and above ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML നമ്മൾ കൊടുക്കുന്നത്, ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, കാര്യം പല പല വേർഷൻസിലും യൂസ് ചെയ്യുന്ന ടാഗ്സ് ഡിഫറെൻ്റ് ആണ്. ഒരുപാട് ഡിഫറെൻ്റ് അല്ല, ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് റൂൾസ് കുറച്ചും കൂടെ ലിബറൽ ആയിരിക്കും ഹയർ വേർഷൻസിൽ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും, HTML-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. HTML-ന് ശേഷം എന്ത് കാണും, ഒരു ഹെഡ് കാണും. ആ ഹെഡിനകത്താണ് നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചുമ്മാ അതൊരു ഇത് കൊടുക്കുവാണ്, ടൈറ്റിൽ. എന്തുവാ ടൈറ്റിൽ,
ഒരു സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പിൾ, അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു വെബ് പേജിൻ്റെ അത് മീൻസ് എന്താ ഫോം ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ അതിൻ്റെ ഈ ഒരു സെക്ഷൻ ഇവിടെ കണ്ടോ, ഇവിടെ ആയിരിക്കും നമ്മുടെ വെബ് ഇൻഫർമേഷൻ കാണുന്നത്, പേജിന് ഇൻഫർമേഷൻ കാണുന്നത്. അവിടെ എന്ത് കാണും, സാമ്പിൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡിസ്പ്ലേ ഔട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹെഡ് ഞാനങ്ങ് ക്ലോസ് ചെയ്തു. ഇതാണ് എൻ്റെ ഹെഡ്. ഞാൻ ചുമ്മാ ഒരു ഔട്ട്ലൈൻ എഴുതി ഉണ്ടാക്കുവാണേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ആക്ച്വലി നമ്മുടെ വെബ് കണ്ടൻറ്റ് ഇതിനകത്ത് എന്താണോ കാണാനുള്ളത് നമ്മൾ എഴുതി വെക്കണം. അവിടെ നമ്മൾ എന്താ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ളത്, ദിസ് ഈസ് എ പാരഗ്രാഫ് വിത്ത് ലൈൻ ബ്രേക്ക്. ഇതാണ് നമുക്ക് യൂസറിന് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ബോഡിയിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സെക്ഷനിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ബോഡി സ്റ്റാർട്ട് ചെയ്തു. ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എന്താണ്, ഇതൊരു ടെക്സ്റ്റാണ്, ഒരു പാരഗ്രാഫാണ് നമുക്ക് കൊടുക്കേണ്ടത്. പാരഗ്രാഫ് വരണമെങ്കിൽ ആര് വരണം, പി എന്നുള്ള ടാഗ് വരണം. അതിനകത്ത് നമുക്ക് ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ലൈനിൽ എന്താണ്, ദിസ് ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പീസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ന്യൂ ലൈൻ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രേക്ക്, വിസിബിൾ ബ്രേക്ക് കൊടുക്കാം. BR കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ. അപ്പോൾ BR കൊടുത്തു. എനിക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ട് താഴെ എഴുതുവാണ്. എന്തെഴുതും, എ പാരഗ്രാഫ്. ഇതൊരൊറ്റ ഇതായിട്ട് ഒരൊറ്റ സ്ട്രക്ചറായിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, തൊട്ടടുത്ത ലൈനാണ്. സോ ന്യൂ ലൈനെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു, വീണ്ടും BR കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, വിത്ത് ലൈൻ ബ്രേക്ക്. ഇത് ഒറ്റ ലൈനിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ഞാനിങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ, എനിക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി നോക്കിക്കുക, ഇവിടെ ആരെങ്കിലും ക്ലോസ് ആവാനുണ്ടോ, നമ്മളൊരു പാരഗ്രാഫാണ് തുടങ്ങി വെച്ചത്, പാരഗ്രാഫ് എൻഡ് ആയിട്ടില്ല. സോ എന്ത് കൊടുത്തു, പാരഗ്രാഫ് എൻഡ് ചെയ്തു. ഇനി എന്തെങ്കിലും ക്ലോസ് ആവാനുണ്ടോ, ബോഡി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഒരു പേ ടാഗാണ്, ബോഡി നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും എൻഡ് ചെയ്യാനുണ്ടോ, നമ്മുടെ ഹെഡ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇനി ഇവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ടാഗ് ആര് മാത്രമേ ഉള്ളൂ, HTML മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ ക്ലോസ് ഇറ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു, HTML നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചില സെഷനിൽ ഹെഡിനെ പറ്റിയിട്ട് മെൻഷനിങ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ടൈറ്റിൽ കൊടുത്തൊരു ഹെഡ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാണ് നമ്മളുടെ HR-ഉം BR-ഉം തമ്മിൽ പറയുന്നത് ഒരു കമ്പാരിസൺ. ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ 3 മാർക്ക് സുഖമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അപ്പം എപ്പോഴും ഹൊറിസോണ്ടൽ ആണ് നമ്മളെപ്പോഴും ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ HR കൊടുക്കുക. ലൈൻ ബ്രേക്ക്, അതാണ് BR എന്ന് പറയുന്നത്. ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് എ ലൈൻ, ദെൻ യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്നാണ് പറഞ്ഞാൽ എന്താണ്, HR-ഉം BR-ഉം എന്താണ്, MT ടാഗുകളാണ്. അതൊരിക്കലും പെയ്ഡ് ടാഗ് അല്ല. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻ്റർ കീയുടെ എഫക്റ്റാണ് ആര് തരുന്നത്, BR തരുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തീമാറ്റിക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിസിക്കൽ സെപ്പറേഷൻ, രണ്ട് ലൈൻസിനെ തമ്മിൽ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹൊറിസോണ്ടൽ റൂള് യൂസ് ചെയ്യുന്നത് അല്ലേ. ഒരു ലൈൻ വരച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും സബ് ഡിവൈഡഡ് ആയെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഹലോ വേൾഡോ, ഒരു ചുമ്മാ 1-2 ലൈൻസ് മാത്രം എഴുതി വയ്ക്കുക. നിങ്ങൾ ലെങ്തി ഒരു പ്രോഗ്രാം ഒന്നും എഴുതി വയ്ക്കല്ലേ. അപ്പം ഹെലോയ്ക്കും വേൾഡിനും ഇടയിൽ ഒരു BR വരുവാണെങ്കിൽ എന്തായിരിക്കും, ഹലോയ്ക്ക് ശേഷമുള്ള ന്യൂ ലൈനായിട്ടായിരിക്കും ആര് പ്രിൻറ്റ് ചെയ്ത് പേജിൽ കാണിക്കുക, വേൾഡ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ നോക്കിക്കുക, ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പാരഗ്രാഫ് 1 കൊടുത്തു, എഗെയിൻ പാരഗ്രാഫ് 2 കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ലൈൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, HR-നെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് HR-ഉം BR-ഉം തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു 4-5 പോയിൻറ്റ്സ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ എഴുതും, എന്താണ് രണ്ടുപേരുടെയും ഡ്യൂട്ടി, അവർ രണ്ടുപേരും ഏത് നേച്ചറിലുള്ള ടാഗുകളാണ്, അവരെന്താണ് ആക്ച്വലി ചെയ്യുന്നത്, ഒരു ഫിസിക്കൽ സെപ്പറേഷനാണോ അതൊരു വിഷ്വൽ സെപ്പറേഷനാണോ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക. അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് രണ്ടിൻ്റെ ആൻസർ കിട്ടും. ഇനി HTML ഇതുവരെ നമ്മൾ പഠിച്ച ഓരോരോ കാര്യങ്ങളും പറയുവാണ്. HTML നമ്മുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ HTML-നകത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ മെറ്റാഡേറ്റ, നമ്മുടെ വെബ് പേജിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഹെഡിൽ കൊടുക്കുന്നത്. അതിൽ നമുക്ക് ടൈറ്റിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ പാസ് ചെയ്യാം. ഇൻഡിക്കേറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻറ്റ് യൂസ്ഡ് വിത്തിൻ ദ ഹെഡ് ടാഗ് പെയർ അല്ല. ഇനി ബോഡി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡോക്യുമെൻ്റ് ആണ്, നമ്മുടെ വിഷ്വൽ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ ബോഡിക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു പെയ്ഡ് ടാഗാണ്. ഇനി നമുക്ക് പാരഗ്രാഫ് വേണമെങ്കിൽ കൊടുക്കാം, ബ്രേക്സ് കൊടുക്കാം, ഹൊറിസോണ്ടൽ സെപ്പറേഷൻസ് കൊടുക്കാം, ദെൻ ഹെഡിങ്സ് കൊടുക്കാം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെഡിങ്ങിന് 6 ടാഗുകളുണ്ട്, എല്ലാവരും പെയ്ഡാണ്. ഇപ്പം നമ്മൾ ശരിക്കും സെൽഫ് ക്ലോസിങ് ടാഗ് അല്ലെങ്കിൽ ഒരൊറ്റ സെക്ഷൻ മാത്രമായിട്ടുള്ള ടാഗുകൾ പഠിച്ചേക്കുന്ന 2 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്, HR-ഉം BR-ഉം. ബാക്കി എല്ലാവരും പെയ്ഡ് ടാഗുകളായിരുന്നു അല്ലേ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്.